തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ കനീഷ്യസ്. ജീവിതകാലം AD 1521 മുതൽ 1597 വരെ. 16-ാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷ്യസ് ഹോളണ്ടിൽ ജനിച്ചു. എന്നാൽ ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യൗവനത്തിൽ താൻ മടിയനായിരുന്നുവെന്ന് പീറ്റർ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്ര മടിയനല്ലായിരുന്നുവെന്ന് തോന്നുന്നു. 19-ാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം MA ബിരുദം നേടി. ഉടനെ ബ്രഹ്മചര്യം നേർന്നു. 3 കൊല്ലം കഴിഞ്ഞ് 1543 അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു. 1546 അദ്ദേഹം പുരോഹിതനായി. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലിന്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാധനം ചെയ്തു. മറ്റു ജോലികൾ ധാരാളമുണ്ടായിരുന്നപ്പോൾ കൂടി അദ്ദേഹം കാരാഗൃഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. 1547 പീറ്റർ കനീഷ്യസ് ട്രെന്റ് സൂനഹദോസിന്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു. അവ നടപ്പിൽ വരുത്താൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി. മെസീനായിലെ ഈശോ സഭ വക കോളേജിൽ കുറെ നാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പല കോളേജുകളും സെമിനാരികളും സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. പാഷണ്ഡികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. ഒരു നയതന്ത്ര വിദഗ്ധനുമായിരുന്നു ഫാദർ പീറ്റർ. പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവ്വം അവസാനിപ്പിച്ചു. സത്യത്തിനു വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ 12 ഭാഷകളിലായി അതിന്റെ 200 പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി. 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു തളർച്ചയുണ്ടായി. എന്നിട്ടും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 1597 ഡിസംബർ 21-ാം തീയതി 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ നിത്യസമ്മാനം വാങ്ങിച്ചു. 1925 വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് ധാരാളം നൽകാനുണ്ടായാലും സാധുവിധവയെപ്പോലെ ഒരു കൊച്ചു കാശ് മാത്രമേ നൽകാനുള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം. പീറ്റർ കനീഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവസഹായത്തോടെ എല്ലാം ചെയ്യാൻ കഴിയും. വിചിന്തനം: വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായുടെ വാക്കുകൾ. അപരർക്ക് നാം ഉപകരിക്കണമെങ്കിൽ നാം നമ്മളെ തന്നെ ആദ്യം ഹോമിക്കണം. മറ്റുള്ളവർക്ക് തീ കത്തിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം തീ കത്തിക്കണം.